മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ നിലവിൽ കൊച്ചിയിലാണ് നിൽക്കുന്നത്. ഞാൻ ഇന്നലെ വന്നാണ്. എന്റെ കൂടെ ഒരാളും കാണുന്നുണ്ട്. ഹലോ ഹലോ. ഞങ്ങൾ ഇന്നലെ രാത്രി എത്തി ഗൈസ്. ഇന്ന് നമ്മുടെ ഗെയിമിംഗ് ഉത്സവമാണ്. AKFന്റെ ഗെയിമിംഗ് ഉത്സവം കൊച്ചി വെച്ച് നടക്കുന്നുണ്ട്. സോ അതിന്റെ ഭാഗമാകാൻ വേണ്ടി നമ്മൾ ഓണം സെലിബ്രേഷൻ അടിച്ച് പൊളിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. കുറെ അധികം ആൾക്കാരുണ്ട്. രാവിലെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി ഇനി പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഫുൾ അൺനോൺ വാഴയും വാഴക്കുട്ടിയും ഉണ്ട്, ആൻഡ് സൈബർ ചാത്തനും ഫാമിലി ഉണ്ട്, ആൻഡ് ആറ്റം കായ് ഉണ്ട്. കുറെ അധികം ആൾക്കാർ അവിടെ ഇവിടെ ഉണ്ട്. രാത്രി ജസ്റ്റ് മിനായം പോലെ കണ്ടായിരുന്നു. ഇനി വന്നിട്ട് ഫുഡ് കഴിച്ച് വന്നിട്ട് ഡ്രസ് ചെയ്യണം. രാവിലെ 10 മണിക്കാണ് ട്രിനിറ്റി കാസ എന്ന് പറഞ്ഞ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത്. സോ എക്സൈറ്റഡ്. അപ്പൊ ഓണപരിപാടിയെ പറ്റി എന്താണ് പറയാനുള്ളത്? റെഡിയാണോ? ആശാൻ ഇന്നലെ വർക്ക് ഫ്രം ഹോട്ടലും കാറും ആയിരുന്നു. ഇത് ഇന്നലെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോ ഇറങ്ങിയല്ലേ. 2-3 കിലോമീറ്റർ പോയ അരമണിക്കൂറും. അയ്യോ, ഭയങ്കര ട്രാഫിക്. ഇന്നലെ വെള്ളിയാഴ്ചയും വീക്കെൻഡും എല്ലാം കൂടെ ആയതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ഇതാണ് ഗൈസ് നമ്മൾ ഇന്നലെ താമസിച്ച റൂം. അത്യാവശ്യം കുഴപ്പമില്ലല്ലോ, നല്ല കിടന്ന റൂം. എടപ്പള്ളി തന്നെയാണ്. നമ്മൾ എടപ്പള്ളിയിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. കണ്ടോ, എല്ലാം കുളമായി കിടക്കുക. ഇത് ഇന്ന് ഒരാളുടെ മുണ്ടും ഷർട്ടുവാ. ഇന്നലെ വരുന്ന വഴിക്ക് സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചതാ. ചെരുപ്പം മേടിച്ച് എല്ലാ സ്റ്റുഡിയോ സൂര്യ വിട്ടൊരു കളിയില്ല. ഗുഡ് മോർണിംഗ്. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹലോ, വെൽക്കം ടു കൊച്ചി. അതെ, നമ്മൾ മൂന്നാറ് പോയതിനു ശേഷം പിന്നെ കണ്ടിട്ടില്ലല്ലേ. പോയി ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടൽ. അയ്യോ, വണ്ടി പൊടിയായി. ഇത് കഴുകിയിട്ട് കൊണ്ടുപോകണം, വേണ്ടല്ലോ. മൊത്തം പൊടിയായി ഗൈസ്. ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ കേട്ടോ. ഗൈസ്, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. ഹലോ, വെൽക്കം ഗൈസ്. പുതിയൊരു അതിഥിയും കൂടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യാൻ. എന്താണ്, വഴി തെറ്റിയല്ലേ? അവിടെ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്രിയേറ്ററാണ്, ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുണ്ടായിരിക്കും. പെരിയ ക്രിയേറ്റർ. ഗൈസ്, അപ്പം നമ്മൾ ഡ്രസ് ചെയ്യാൻ പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. യെസ്, ഈ കാണുന്നതാണ് നമ്മുടെ ഷർട്ട്. ഇന്നലെ സ്റ്റുഡിയോയിൽ എടുത്ത ബ്ലാക്ക് കളർ ഷർട്ട്. ആൻഡ് പിന്നെ അപ്പൂപ്പന്റെ മുണ്ട്. ഇതൊക്കെയാണ് വന്നത്. നമ്മൾ കടയിൽ നോക്കൂ, കടിക്കൂ, കണ്ണടിക്കൂ, ഹൈ പറയൂ. അപ്പൊ ഇത് രണ്ടും ആയിരിക്കും നമ്മൾ പെയർ ചെയ്യാൻ പോകുന്നത്. എന്നാ അകത്ത് കയറി ഇറങ്ങണം. ഇവിടെ എന്നിട്ടൊരു ഡൗട്ട്, 104ആണോ 105? അപ്പൊ നോക്കിയപ്പോ രണ്ടും ഒന്നിച്ചു. അപ്പൊ വിളിക്കുമ്പോ തോന്നുന്നുണ്ട് അതിൽ കേറാം. മറ്റേ കൊറേ നാൾക്ക് ശേഷം ബാത്റൂം കൺട്രി. എങ്ങനെയുണ്ട് കൊച്ചി? യാത്ര കൊച്ചി പഴയ കൊച്ചില്ലേ, ഫ്രഷ് ഡയലോഗ് കൊണ്ട് ഇറങ്ങിയേക്കാം. അല്ല, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. രാത്രിയില്ല, വെളുപ്പിനെ. അതെ അതെ അതെ, കിട്ടിയത് ഇറങ്ങി. യെസ്, ഒരാൾ രാവിലെ മുണ്ടൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ മുണ്ടൊന്നും ഇല്ലേ? കൊടുത്തോ. യെസ്, ഞാനും അവിടെ മുണ്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് റെഡിയാണ്, ഓൾ സെറ്റ്. ഇനി നമ്മൾ എവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇനി കുറച്ച് നേരം പിക്ക് ചെയ്തിട്ട് നമ്മൾ പരിപാടി സ്ഥലത്തോട്ട് പോകും. നമുക്കിപ്പം സമയം എത്രയും 9:45. അപ്പോൾ 10 മണിക്കാണ് പ്രോഗ്രാം. ലൈവ് ഉണ്ട് ഗൈസ് യൂട്യൂബിൽ. അത് നോക്കിയിട്ട് നമ്മൾ സ്ലോ മോഷൻ കളിച്ച് ഇറങ്ങുന്നതായിരിക്കും. അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ആറ്റം കൈ മുണ്ടുപിടിക്കാൻ പോകാം. ഇതൊക്കെ സിമ്പിൾ. ആദ്യം ഉടുപ്പ് നോക്കണം. ഓക്കെ, ഈ മുണ്ടിനെ അത് കിട്ടോ, സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടണം. പക്ഷെ പ്രശ്നം 3/4 പോലെ ആയോ എന്ന് സംശയം. അപ്പൊ കുറച്ച് താത്ത് ഇതുപോലെ കൊടുക്കണം. സിമ്പിൾ. താത്തത് പാൻറ്റോ. കറക്റ്റ്. അപ്പൊ താഴെയല്ലോ. ഇനി നമ്മൾ ബെൽറ്റ് കൊണ്ടിരുന്നു, അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ മലയാളികൾ പൊതുവെ ബെൽറ്റ് ഇടാറില്ല. ഞാൻ കണ്ടു. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല, ഇത്രേ ഉള്ളൂ. കണ്ടോ, നമ്മൾ ബെൽറ്റ് നടത്തില്ല. നമ്മൾ അഴിഞ്ഞു പോയ അന്തസ്സായിട്ട് അത് കുഴപ്പമില്ല. അത് ഇങ്ങനെ ഇവരൊന്ന് റെഡിയാക്കി നോക്കട്ടെ. ഇതാണ് ആറ്റമിന്റെ കോസ്റ്റ്യൂം, പച്ച കളർ. അടുത്ത എന്തൊരു തിരിയും. ഇത് അടുത്തത് ബ്ലാക്ക്, ബ്ലൂ. ഇനി എന്റെ കാണിച്ചു കൊടുക്ക്. നമ്മളിനി അടുത്ത് നമ്മുടെ സ്ഥലത്തോട്ട് പോവുകയാണ്. ഭയങ്കര ട്രാഫിക്കാണ് ഗൈസ്. കൊച്ചി ഓൺ. അപ്പൊ എത്തി ഗൈസ്. അണ്ണോൺ വാഴ നേരത്തെ വ്ലോഗ് കാണിച്ചില്ല. ഹായ്, ഹലോ പറയൂ. സുഖല്ലേ? ശരിക്കും സുഖമാണല്ലോ അല്ലേ? അടുത്ത ആൾക്കാർ ഹായ് പറയൂ. എല്ലാവരും ഹായ് പറയൂ. ആദിത്യ കോഴ്സ് എത്തിയിട്ടുണ്ട്. സുഖമാണല്ലോ അല്ലേ? അടുത്ത ആളെ കിട്ടി. എന്താണ് യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ അല്ലേ?
ആ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. നമ്മളെ വണ്ടി അപ്പുറത്ത് കൊണ്ടിട്ടു. ഓൾ സെറ്റ്. ഇതാണ് എന്റെ കോസ്റ്റ്യൂം. ടാഗ് മേടിച്ചു ഗൈസ്. പോയി ടാഗ് മേടിക്കൂ. ഓ നിങ്ങളൊക്കെ മേടിച്ചല്ലേ. കപ്പിൾസ് ഒന്ന് പോയി ടാഗ് മേടിക്കൂ പ്ലീസ്. കോവറ ഫുഡായോ ചോദിക്കും. ഫുഡായോ ഹായ് പറ. മാസ്ക് മാറ്റിട്ട് ഹായ് പറ ബ്ലോഗില്. പറ്റത്തില്ല, ആളെ കണ്ട അപ്പാടിയാ. അതെ നമ്മളിനകത്തോട്ട് കയറാൻ പോകുന്നു. മേടിച്ചോ. ടാഗ് മേടിക്കാത്തല്ലോ, ടാഗ് മേടിച്ചോ. ഇതാണ് സെറ്റപ്പ്. എല്ലാവരും ഫുൾ ഓണാണ്. അവിടെ പ്രോഗ്രാംസ് ഏതാനും നിമിഷങ്ങൾക്കകം തുടങ്ങും. എല്ലാം തുടങ്ങി സെറ്റായിട്ട് വരാം. കൂടെ പറയണം. ഹായ്, ഹലോ സുഖമല്ലേ? ഇതിന്റെ മെത്തേഡൊക്കെ നന്നായിട്ടുണ്ട്. അല്ല ഇപ്പഴും മെത്ത തന്നെ. നാപ്റ്റോൾ സുഖമല്ലേ? അല്ല സെറ്റല്ലേ? ആണെന്ന് തോന്നുന്നു. ഇതാണല്ലേ കോഹോസ്റ്റ്. അടുത്തത് വടംവലിക്ക് പോകാൻ പോവുകയാണ്. തകർക്കും. വടംവലിക്കാൻ പോവാ. എല്ലാവരും കൂടെ ക്രിയേറ്റേഴ്സ് എല്ലാം കൂടെ വടംവലിക്ക് പോവാണ് ഗൈസ്. തിരിഞ്ഞ് കയറാം. അതൊരു റിഡംഷൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അവര് ഇവരെ പൊട്ടിച്ച്, ഇവര് മനസ്സിലായില്ല എങ്ങനെ തോക്കുന്നതെന്ന്. അതുപോലെ തന്നെ എത്ര ഉള്ളൂ. അംഗവികലാംഗം എണ്ണൊന്നും എടുത്ത് 10 പേര് തന്നെയാണോ എനിക്ക് നമ്മുടെ ഈ ഒരു വടംവലി മത്സരത്തിൽ ഏറ്റവും പെട്ടെന്ന് തീർന്നത്. കൺഗ്രാജുലേഷൻ. ഭയങ്കര പെട്ടെന്ന്. ഞാൻ കണ്ണടച്ച് ഓഫർ തന്നില്ല, അതുകൊണ്ട് മാത്രം. ഞങ്ങൾക്ക് അവർ വലിയൊരു ഓഫറാണ് തന്നത് അല്ലേ? കൈക്കൂലി. അതുകൊണ്ട് മാത്രം ഞങ്ങൾ വിട്ടിരിക്കുന്നത്. ഞങ്ങൾ കൈക്കൂലിയിൽ വീഴുന്നവരാണ്. നമ്മൾ ഇന്നൊരു ചലഞ്ചിലാണ് വന്നിരിക്കുന്നത്. അതായത് ഇതിന്റെ അകത്തുള്ള എല്ലാ സാധനവും ചോറ് ഉൾപ്പെടെ ഫുൾ ക്ലീൻ. കാരണം എന്താ അറിയോ? ചലഞ്ച് ഇവൻ ജയിക്കും. കാരണം രാവിലെ ഒരു കുന്തവും കഴിച്ചിട്ടില്ല. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നോ? ഈ ചില ഫുഡുകൾ എനിക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് എന്നാലും ഞാൻ പറയുന്നു, ഞാൻ ട്രൈ മൈ ബെസ്റ്റ്. വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഈസി വിൻ. ഞാനും ട്രൈ മൈ ബെസ്റ്റ്. ഈ സദ്യ കണ്ടിട്ട് ഇതാണ് പരിപ്പ്. നമ്മൾ സാധാരണ മറ്റേ ചോറിന് സാമ്പാർ ഒഴിക്കുന്നോണ്ടിരിക്കുന്നത്. ഇവിടെ ആദ്യം സാമ്പാറാണ്. ഗൈസ് ചതിച്ചു ഗൈസ്. തിരുവനന്തപുരം സദ്യയാണ് ബെസ്റ്റ്. ഇത് ഫേക്ക് സദ്യ. ആദ്യം പരിപ്പാണ് കണ്ടത്. എന്നോട് ചാലഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഫുള്ള് പഠിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ട. ഓ അവിടെ തീർത്ത് ചലഞ്ച് പറഞ്ഞ ആള് താണ്ട് ഇവിടെ ഇരിക്കുക.
ലാസ്റ്റ് ക്ലീൻ. മുരിങ്ങാക്കോല് ഇതിന്നാൻ പറ്റില്ല കേട്ടോ. ഞാൻ എന്തോ ചെയ്യും. ആറ്റങ്കയും ജയിച്ചിരിക്കുന്നു. വേസ്റ്റ് പോലും ബാറ്റിംഗ് ചെയ്തുകൊണ്ട് ജയിച്ചിരിക്കുന്നതാണ്. ഇവിടെ ഒരാൾ താണ്ടേ കഴിഞ്ഞ അതിന്റെ ഇടയ്ക്ക് വേറൊരു സംഭവം നടന്നു. ഹലോ ബ്രോ, നൈസ് ടു മീറ്റ് യു. എല്ലാം വളരെ പെട്ടെന്ന് ആയിക്കോട്ടെ. നമ്മൾ എൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം കൂടെ ചെയ്തായിരുന്നു. നമ്മൾ ചെറുതായിട്ട് ഒരു ഫോൺ എടുത്തിരിക്കുന്നു. ഇന്ന് മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണ്? നമ്മൾ 15 Pro Maxലോട്ട് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. നമ്മുടെ കൊച്ചിയിലുള്ള INX എന്നാണ് നമ്മൾ സെറ്റാക്കിയത്. താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ റീല് ഉടനെ വരുന്നതായിരിക്കും. ഇതാണ് ഗൈസ് ഷോപ്പ് കേട്ടാ. ഇവിടെ സർവീസാണ് മെയിൻലി. മാക്കിൻ്റെയും ഐഫോൺസിൻ്റെയും സർവീസുകൾ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് കുറച്ച് സംഭവങ്ങൾ കണ്ടത്. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഗ്രീൻ ലൈൻ വരുന്ന ഇഷ്യൂസും ഗ്രീൻ സ്ക്രീൻ വരുന്ന ഇഷ്യൂസൊക്കെ ഇവർ ഡിസ്പ്ലേ മാറ്റാതെ ചെയ്യുന്ന കുറേ പരിപാടികൾ കണ്ടു. അതിന് ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എനിവേസ് ഇതാണ് അവരുടെ ഷോപ്പ്. എവിടെയൊക്കെയുണ്ട് ഷോപ്പ്? എവിടെയൊക്കെയുണ്ട്? മൊത്തം 3 ഷോപ്പ്. ഇപ്പൊ ഞാൻ കലൂരാണ് കേട്ടേക്കുന്നത്, സ്റ്റേഡിയത്തിന്റെ അടുത്ത് തന്നെ. യെസ്, ഞാൻ ഇവരുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്ക്. ഡിസ്പ്ലേ ആണെങ്കിൽ ഇതുപോലെ ഡിസ്പ്ലേ മാറാതെ ഒറ്റ ക്ലിക്കിൽ എന്താ പറയുന്നത്, ടെക്നിക്കലി എന്താ പറയുന്നത്, ഡിസ്പ്ലേ മാറാണ്ട് നമുക്ക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് റെഡിയാക്കാൻ പറ്റും. അതായത് ഡിസ്പ്ലേ മാറുന്ന പൈസ ഇല്ല. ഡിസ്പ്ലേ മാറാണ്ട് അത് റിപ്പയർ ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കാം. ഓക്കെ, ആ രീതിയിൽ ശരിയാക്കാൻ പറ്റുന്ന ഞാൻ ഡെഡിക്കേറ്റ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇനിവേ ഇവിടെ ഇറങ്ങട്ടെ, ഇറങ്ങിയിട്ട് കാണാം. സാംസങ്ങിന്റെ ഒഫീഷ്യൽ ആളാണ് ഐഫോൺ. വളരെ നല്ല ഫോണാണ്. പറയൂ ടെക്കി, അല്ല, വളരെ മികച്ച ഫോണുകളാണ് എന്ന് പറയുകയാണ്. നിങ്ങളൊരു സംഭവം കൂടെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഫോണൊക്കെ റിപ്പയർ ചെയ്യുന്നത്. കണ്ടാ, ഇവിടെ കുറേ ആൾക്കാരിരുന്ന് ഭയങ്കര പ്രൊഫഷണലായിട്ട് എന്തൊക്കെ ചെയ്യും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷോപ്പിൻ്റെ അകത്ത് വരുന്നത്. കണ്ടോ, ഇതിപ്പോൾ ഡിസ്പ്ലേ, ഇതിപ്പോൾ ക്യാമറയുടെ അത് ഇറക്കാം. പുറയിലത്തെ പാനൽ ഇളക്കുക. കണ്ടാ, ഈ കാണുന്ന പാനൽ റിമൂവ് ചെയ്യാണ്. ഇവിടെ ആണെങ്കിൽ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, മാക്കിൻ്റെ സർവീസ്. ഓക്കെ, മാക്കിൻ്റെ ബോർഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും കുറേ സംഭവങ്ങൾ. ഇപ്പോൾ ബാറ്ററിയുടെ ഹെൽത്ത്, ബാറ്ററി ബൂസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്, എന്തെങ്കിലും റീപ്ലേസോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് അറിയാൻ പറ്റും. ഐഫോൺ അഴിക്കാണ്ട് തന്നെ. ഇതാണ് നമ്മൾ 2250 കൊടുത്ത് ചെയ്യുന്ന സംഭവം. അതെന്ന് പറയുന്നത് കമ്പനി ഇറങ്ങിയ സമയത്ത് അതിന്റെ കൂടെ കൊടുത്തിരുന്ന ആ ഡീറ്റെയിൽസ് ആണ്. ട്രേഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ കറന്റ് അതിനകത്ത് ഏതാ കിടക്കുന്നുള്ള എന്റെ വാല്യൂ ആണ്. ഇത് രണ്ടും മിസ്മാച്ച് ആകുമ്പോൾ അവിടെ അബ്നോർമലി കണ്ടു. ഓക്കെ, ഇതൊന്ന് കാണിച്ചത്. ഇത് 15 Pro ആണ്. നമുക്ക് 15 Pro ഒന്ന് നോക്കാം. അതെ, മാറ്റിയ ഫോണിന്റെ ഇങ്ങനെ കാണിക്കും. കണ്ടോ, കറക്റ്റ് സീരിയൽ നമ്പർ വെച്ച് കോപ്പി ചെയ്തേക്കണായിട്ടാണ് ബൈൻഡഡ് എന്ന് പറഞ്ഞ് കാണിച്ചത്. അതായത് അറിയാത്ത രീതിയിൽ ചെയ്തേക്കണോണ്ടാണ് പച്ച കാണിക്കണം. അത് നമുക്കിപ്പോൾ ഈ ടൂൾ വെച്ചാൽ മാത്രമാണ് അറിയാൻ പറ്റുള്ളൂ. അതിലൊക്കെ റീഡും മറ്റേ വാല്യൂ രണ്ടും സെയിം ആയിരിക്കും. ഇതിൽ അൺബൈൻഡ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ വന്നപ്പോ എന്തൊക്കെ പൊരിക്കും പറ്റി, കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അത് ലഷ്കറി ലൈഫാണ്. ഐഫോൺ 15 Pro Max. അടുത്ത ഇതെന്തോ 30-ല് S24 Ultra. അവിടെ ഒരു 15 Pro. പുതിയ കവർ കിട്ടിയില്ല. ഇത് 15 Pro, ഇത് 15 Pro Max. 15 കുറവുണ്ടല്ലേ? ഇവിടെ ചേട്ടൻ ഇവിടെ 30 കൊണ്ടിരിക്കും.